ഹലോ ഗൈസ്, ഞങ്ങൾ വീട് ഷിഫ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പ്ലാൻ ചെയ്തായിരുന്നു കേട്ടോ വീട്ടിലൊരു അക്വേറിയം സെറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങളൊരു ടാങ്കൊക്കെ മേടിച്ചിരുന്നു. 55 ലിറ്റർ വെള്ളം ഹോൾഡ് ചെയ്ത ടാങ്കാണ് കേട്ടോ മേടിച്ചത്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്തത് ഒരു പ്ലാന്റഡ് അക്വേറിയം ആയിട്ടാണ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ട് പ്ലാന്റഡ് അക്വേറിയം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്തത്. ഇതിൻ്റെ ബേസിൽ ഞങ്ങൾ ആഡ് ചെയ്തത് കൊക്കോപ്പീറ്റാണ് കേട്ടോ. ഫസ്റ്റ് കൊക്കോപ്പീറ്റാണ് ഒരു ലെയർ കൊടുക്കുന്നത്. ഒരുപാട് കൊടുത്തിട്ടില്ല, കുറച്ചെടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. രണ്ടാമത് തന്നെ ഞങ്ങൾ ചേർക്കുന്നത് തോട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന മണലാണ്. അപ്പോൾ ഞങ്ങൾ നാട്ടിൽ പോയപ്പോൾ കൊണ്ടുവന്നതാണ്. ഇപ്പോൾ ഒരു 3-4 വട്ടം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടാണ് ഞങ്ങൾ ഇതിനകത്തോട്ട് ചേർക്കുന്നത്. മണൽ ഫ്രണ്ടിലോട്ട് അധികം വരാതെ ബാക്കിൽ നല്ല രീതിയിൽ കട്ടിക്ക് വരുന്ന പോലെയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. അതായത് ഫ്രണ്ടിൽ ചെറിയൊരു തിൻ ലെയറും ബാക്കിൽ നല്ല കട്ടിക്കുമാണ് വരുന്നത്. കാരണം ബാക്കിലാണ് നമ്മൾ പ്ലാന്റ് എല്ലാം സെറ്റ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അടുത്തതായി ഇതിനകത്തോട്ട് വെച്ച് കൊടുത്തത് കല്ലാണ് കേട്ടോ. അതായത് കുറച്ച് വലിപ്പമുള്ള തോട്ടിൽ നിന്ന് തന്നെ എടുത്തുകൊണ്ട് വന്ന കല്ലുകളാണ്. അതൊരു ചെറിയൊരു പല ഡിസൈനിൽ, അതായത് പല സ്ട്രക്ചറിൽ ഒരു നാച്ചുറലായിട്ടുള്ള ഒരു ഇത് വരുന്നത് പോലെ ഞങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ഞങ്ങളിത് ഫ്ലോയിങ് വാട്ടറിൽ കിടക്കുന്ന കല്ലാണ് എടുത്തോണ്ട്, അതായത് കരയിൽ കിടന്ന കല്ലല്ല, വെള്ളത്തിൽ തന്നെ കിടന്ന് അങ്ങനെ ഉണ്ടായിരുന്ന കല്ലാണ് ഞങ്ങൾ എടുത്തുകൊണ്ട് വന്ന് ഇതിനകത്തോട്ട് വെച്ചിട്ടുള്ളത്. ഈ അക്വേറിയം മുഴുവനായിട്ട് സെറ്റ് ചെയ്ത് ഏകദേശം 1 മാസം കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ മീനുകളൊക്കെ ഇതിനകത്തോട്ട് വിടത്തുള്ളൂ. അപ്പോൾ അതുവരെ നമ്മൾ ഇതിനകത്ത് വെള്ളമെല്ലാം നന്നായിട്ട് ഫിൽട്ടർ ചെയ്ത് ഇതിൻ്റെ ഒരു 3-4 വട്ടം വെള്ളമൊക്കെ മാറ്റി അങ്ങനെ നല്ല നീറ്റാക്കി എടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിനകത്തോട്ട് മീനുകളെ ഇടുകയുള്ളൂ. ആ സമയം കൊണ്ട് തന്നെ നമ്മൾ ഇതിനകത്ത് നട്ടുപിടിപ്പിച്ചിട്ടുള്ള ചെടികളെല്ലാം വളർന്ന് അത്യാവശ്യം നല്ല രീതിയിലാവുന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഇരിക്കുന്നത്. ഈ ചെടികളൊക്കെ ഞങ്ങൾ മറൈൻ ഡ്രൈവ് പോയി വാങ്ങിയതാണ് കേട്ടോ. മറൈൻ ഡ്രൈവ് ഒരു അക്വേറിയം സെൻറ്റർ ഉണ്ട്. അവിടെ അത്യാവശ്യം നല്ല വിലക്കുറവിൽ നമുക്ക് സാധനം കിട്ടുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അക്വേറിയത്തിലേക്ക് വേണ്ട ഒരുമാതിരിപ്പെട്ട എല്ലാ സാധനങ്ങളും അവിടെ പോയിട്ടാണ് മേടിച്ചത്. അക്വേറിയത്തിൽ നമ്മൾ ഒരുപാട് ചെടി ഇപ്പോൾ വെക്കുന്നില്ല കേട്ടോ. ഇപ്പോൾ ഉള്ളതൊന്ന് വളർന്ന് വന്നതിന് ശേഷം നമ്മളതിനെ മുറിച്ച് പിന്നെ നട്ട് വെക്കാം എന്നുള്ള പ്ലാനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഉള്ളതിന് റൂട്ട്സ് ഒക്കെ കുറച്ച് കുറവാണ്, ചെറിയ റൂട്ട്സേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വെച്ചിരിക്കുന്നത്. അക്വേറിയത്തിൻ്റെ ബേസ് അങ്ങനെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞങ്ങൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് ലിക്വിഡ് ഫെർട്ടിലൈസറാണ്. അത് നമ്മൾ ഏകദേശം ഒരു 5 ml ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഫെർട്ടിലൈസർ ടാബ്ലറ്റ് ആയിട്ട് വരുന്നത് ഗുളിക പോലെ ഇരിക്കുന്ന ഫെർട്ടിലൈസർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾ ഈ നട്ട നേരത്ത് ഇതിൻ്റെ എല്ലാം ചോട്ടിൽ കുറച്ചായിട്ട് പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഫിൽറ്റർ വെക്കുവാണ് കേട്ടോ. അപ്പോൾ ഫിൽറ്റർ എന്ന് പറയുന്നത് ഞങ്ങളിപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ളത് നോക്കി മേടിക്കുവാണ്. ഇത് മറൈൻ ഡ്രൈവിൽ നിന്ന് തന്നെ മേടിച്ചതാണ്. അപ്പോൾ ഈ ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ 1000 ലിറ്റർ വെള്ളം 1 മണിക്കൂറിൽ ഫിൽറ്റർ ചെയ്ത് വരും കേട്ടോ. അങ്ങനെയാണത് ചെയ്യുന്നത്. ഈ ഫിൽറ്റർ 2 രീതിയിലാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. ഒന്നുകിൽ നല്ല രീതിയിൽ ഇങ്ങനെ ബബിൾ വന്നിട്ടും, അല്ലെങ്കിൽ ജസ്റ്റ് നമ്മുടെ തോട്ടിലൊക്കെ വെള്ളം ഒഴുകുന്ന പോലെ ഉള്ളിൽ ഇങ്ങനെ വെള്ളം ഒഴുക്കില്ലേ, അങ്ങനെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റേജിൻ്റെ അക്വേറിയത്തിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞതേ ഉള്ളൂ. നമുക്കിനി വീക്കിലി ഇതിൻ്റെ വെള്ളം മാറ്റണം. അതുപോലെ തന്നെ ഈ ചെടിയെല്ലാം വളർന്നു വരാനും ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ വഴിയെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.